ഹലോ ഹായ്. ഇന്ന് ഞങ്ങൾ നല്ല ചൂടാണല്ലോ ഈ ഒരു അവസ്ഥ. ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നല്ല ചൂടാവും. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട്. അതായത് നമ്മൾ ഈ എയർപോർട്ട് കാലടി റൂട്ട് ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അതായത് എയർപോർട്ടിൽ നിന്ന് കാലടിക്ക് പോകുന്ന റൂട്ട്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ അത്രയും ആവണ്ട, ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു വളരെ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയിലാണ്. ചെറിയൊരു ഷോപ്പാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് കാലടിക്ക് പോകുക അല്ലെങ്കിൽ മറ്റൊരു പോകുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ചെറിയൊരു ഷോപ്പ്. തേൻ മുന്തിരി ജ്യൂസ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് കരുതുന്നു. കുടിക്കാന്ന് അതായത് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പും ഈ ഒരു കട കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളും അങ്ങനെയാണ് അവിടെ ആദ്യമായിട്ട് കണ്ടത്. കാര്യം ഞങ്ങൾ തൊട്ടടുത്താണ് കിടക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പോയതിന് ശേഷം പിന്നെയും കുറേ പോയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ പോയിട്ടൊന്ന് ഈ ജ്യൂസ് ഒന്ന് കുടിക്കാമെന്നും പറഞ്ഞേച്ചും വെറുതെ ഞങ്ങൾ കറങ്ങാൻ പോകും. ബുള്ളറ്റിനും അങ്ങനെയൊക്കെ പോകാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിലൊക്കെ നമ്മൾ ഓർത്ത് വെക്കും, ഇവിടെ പോയാൽ മതി, ഇവിടെ പോകാം, വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയി നമുക്കൊന്ന് അവിടെ നിന്ന് കുടിച്ചിട്ട് വരാം. കാരണം ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് അല്ലേ, നല്ല ടേസ്റ്റാണ്. ആ ഒരു തണുപ്പും നാച്ചുറലാണ്, ഒന്നും ഇല്ല അല്ലേ, പ്രിസർവേറ്റീവ്സ് ഒന്നും അധികം ഒന്നും ഇല്ലെന്ന് പറയാം. ഇല്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും അവർ ആഡ് ചെയ്യുന്നില്ല. നല്ല തണുപ്പിച്ച് ചില്ല് ചെയ്താണ് നമുക്ക് തരിക. അത് എന്താ പറയുക, നല്ലൊരു ചൂടത്തൊക്കെ നമുക്കത് കഴിക്കുമ്പോണ്ടല്ലോ ശരിക്കും അത് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് അവിടേക്ക് പോകാം. ഹലോ ചേട്ടാ, എന്താണ് പേര്? എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞങ്ങൾ ഈ ഇടയ്ക്കാണ് ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ 2-3 തവണ ഇവിടെ വന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു ചുറ്റുപോണ വേനലാണ് ഇനി വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഇവിടുത്തെ ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വല്ലാത്തൊരു ഫീലാണ്. അപ്പം എത്ര വർഷമായി ചേട്ടനിവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒന്നുകൂടി പറയാം. ഒരു 40 വർഷം മുമ്പ് എൻ്റെ അറിവിൽ കിട്ടിയൊരു കാര്യമാണ്. ഞാൻ പിന്നെ അത് ഒരു തൊഴിലിന് വേണ്ടിയായിട്ട് ഉപയോഗിച്ചിട്ട് 7.5 വർഷമായി. ഇപ്പോൾ 7.5 വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഇത് ഭാര്യയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വീട്ടിലാണ് ഇതിൻ്റെ പണികൾ കൂടുതൽ. ഇത് വേവിച്ച് പിഴിഞ്ഞെടുക്കണം. അതുപോലെ മുന്തിരി ആദ്യം മേടിച്ച് പഴുപ്പിച്ച് ഉപ്പും മഞ്ഞളും കലക്കിയ വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ച് ശുദ്ധമായതിന് ശേഷം അത് കഴുകി വാരിയെടുത്തിട്ട് വേവിക്കാൻ വയ്ക്കും. വേവിച്ചിട്ട് നമ്മളിതിൽ ബോൾ സെപ്പറേറ്റ് ഇടും. ബോൾ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പേര് കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ അതിൽ മുന്തിരി തൊലി കളഞ്ഞിടും. ഇതിൻ്റെ പ്രത്യേകത തൊലി ഈ ജ്യൂസിലുണ്ടാവില്ല, ബോളിലും ഉണ്ടാവില്ല. ബോൾ തൊലി കളഞ്ഞെടുക്കൽ നല്ലൊരു പണിയാണ്. ബോൾ തൊലി കളഞ്ഞെടുത്തിട്ട് അത് സെപ്പറേറ്റ് തേൻ മിക്സ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടാണ് ജ്യൂസിനുള്ള പണികൾ തുടങ്ങുന്നത്. വിറകടുപ്പിലാണ് ചെയ്യുന്നത്. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞ് 3 മണി വരെ വിറകടുപ്പിൽ കിടന്ന് വെന്ത് പേസ്റ്റ് പോലെ അതിന് ശേഷം ഇറക്കി വെച്ചിട്ടത് ചൂടാറിയതിന് ശേഷം വൈകിട്ട് ഞാൻ കട അടച്ച് ചെയ്യുന്നതിന് ശേഷം ഇത് തുണിയിലിട്ട് തേങ്ങ പിഴിയുന്ന സിസ്റ്റം, തുണിയിലിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കും. അങ്ങനെ ചാറെടുക്കുന്നതിൻ്റെ അണ്ട് ഇതിൻ്റെ പിസർ എന്ന് പറയുന്നത് ഇതിൻ്റെ കായും തൊലിയൊക്കെ അങ്ങനെയാണ് പോകും. ബോളിലുള്ള തൊലി കൈകൊണ്ട് കളയും, ജ്യൂസിലുള്ള തൊലി പിഴിയുമ്പോൾ പോകും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ ടേസ്റ്റിന് വേണ്ടി തേനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തേൻ മുന്തിരി ജ്യൂസ് തന്നെ. സാധാരണ കറുത്ത മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. അത് പഴുപ്പിക്കണം. ശരിക്കും മേടിച്ച വഴി കൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാമ്പും ചാറൊന്നും അധികം കിട്ടില്ല, കളറും കിട്ടില്ല. അപ്പോൾ പഴുപ്പിക്കണം. അത് നല്ലൊരു പണിയാണ്. വീട്ടിൽ നല്ലൊരു പണി അതിന്. ക്ഷമയുള്ള ആൾക്കാരായിരിക്കണം അതിന് ചെയ്യേണ്ടത്. നല്ലൊരു പണിയുണ്ട്. ശുദ്ധമായൊരു സാധനമാണ്. എനിക്കൊരു 60% കസ്റ്റമർ എനിക്ക് സ്ഥിരമായിട്ട് വരുന്നവരാണ്. 7.5 വർഷമായിട്ട് അന്ന് തുടങ്ങിയ ആളുകൾ ഇന്നും ഏതെങ്കിലും കാരണവശാൽ ഈ റൂട്ട് പാസ് ചെയ്തുകൊണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ദാഹം ഉണ്ടെങ്കിൽ അവർക്ക് ജ്യൂസ് കുടിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ജ്യൂസ് കുടിച്ചിട്ടാണ് പോകും. ഞങ്ങൾ തന്നെ ഒരു 3-4 തവണ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. എനിക്ക് ഒത്തിരി പേരിങ്ങനെ യൂട്യൂബിൽ അത് പല രീതിയിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പലരും ഇങ്ങനെ ഞാൻ അറിയാതെ ഇട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഒത്തിരി പേര് ഇത് കണ്ട് ഒക്കെ അകലേന്ന് കുറേ അകലകളിൽ നിന്നൊക്കെ വന്ന് കഴിക്കും. പാർസലും ഉണ്ടോണ്ട് ഇവിടെ. ഞാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഒരേ റേറ്റിലാണ് ഇത് ജ്യൂസ് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ഗ്ലാസ് ജ്യൂസിന് നമ്മൾ 30 രൂപയ്ക്കാണ് തുടങ്ങിയ കാലം മുതൽ കൊടുക്കുന്നത്. 7.5 വർഷം മുമ്പ് തുടങ്ങി. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മുന്തിരിക്കും പല സാധനത്തിനും വില മാറ്റങ്ങൾ വരുമ്പോഴും അതൊക്കെ ചെയ്യും. അതുപോലെ ബോട്ടിൽ ഈ വലിപ്പമുള്ള ബോട്ടിൽ ഇത് 1 ലിറ്ററിൻ്റെ ആണ്, 130 രൂപ ബോട്ടിൽ. ഇത് 3/4 ലിറ്ററിൻ്റെ ആണെങ്കിൽ 100 രൂപയ്ക്ക് കൊടുക്കും. ഇത് പൾപ്പാണ്, ഇത് കമ്പനി സാധനമാണ്, നമ്മളുടെ അല്ല. മുന്തിരി ജ്യൂസാണ് നമ്മളുടെ സ്പെഷ്യൽ. ഈ പാഷൻ ഫ്രൂട്ട് നെല്ലിക്ക കാന്താരിയും അതിൻ്റെ കൂടെ ചെയ്യുന്നതെന്ന് മാത്രം ഷോപ്പായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ 5.5 വർഷം അപ്പുറത്ത് ഫുട്പാത്തിൽ ഇരുന്നതിന് ശേഷമാണ് ഈ സ്ഥലക്കാരനായിട്ടുള്ള കണക്ഷനിൽ എനിക്കിവിടെ ഒരു സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ ഞാൻ ചെയ്തു പോകും. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് ലൊക്കേഷൻ ശരിക്കും മറ്റൂര് എയർപോർട്ട് റൂട്ട്, കാലടി മറ്റൂര് എയർപോർട്ട് റൂട്ടിൽ ഏകദേശം എയർപോർട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് നീങ്ങി വരുമ്പോഴാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് എയർപോർട്ടിൽ നിന്ന് മറ്റൂർക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ എയർപോർട്ടിൻ്റെ കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത്. എയർപോർട്ട് ഭാഗത്തു നിന്നും എയർപോർട്ടിലെ ടാക്സിക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ വന്ന് കഴിക്കുന്നത്. എയർപോർട്ടിൻ്റെ അകത്തെ ജീവനക്കാർ, ചെറുതും വലുതുമായിട്ടുള്ള ജോലിക്കാർ. പിന്നെ ഇതിൽ പോകുന്ന ഒത്തിരി പേര് ലോങ്ങിൽ നിന്നൊക്കെ ഇവിടെ വന്ന് പോകുന്നവർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കും. പിന്നെ ടാക്സിക്കാർക്ക് അറിയാം, നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയാം നമ്മളെ ജ്യൂസിനെ കുറിച്ച്. പലതവണ അത് യൂട്യൂബിലൊക്കെ വന്നതുകൊണ്ട് അറിയാം. നമ്മൾ വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനുപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ രീതിയിലാണ്. നമ്മളെ വിശ്വാസമാണ് ആൾക്കാർക്ക്. എൻ്റെ വീട്ടിൽ വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കൂടുതൽ സാധനം ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ അയൽവക്കക്കാരും നാട്ടുകാരും അത് കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മളറിയാവുന്നവർ നമ്മൾ വീട്ടിൽ വന്ന് മേടിക്കുന്നവരുണ്ട്. ഇവിടെ കടയിൽ ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ കടയിൽ വന്ന് മേടിക്കുന്നവരുണ്ട്. അങ്ങനെ ലിറ്ററായിട്ട് കൊടുക്കും. കൂടുതലായിട്ട് കൂടുതൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയണം. നല്ല പണിയുണ്ട് ഇതിന്, വീട്ടിൽ നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞാലാണിത് ഈ ടേസ്റ്റിൽ ഞാൻ ഈ കൊടുക്കുന്ന ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. എനിക്കും പല രീതിയിൽ ചെയ്യാനേ അറിയാം, പക്ഷെ ഞാൻ ചെയ്യില്ല. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമറെ കിട്ടില്ല. ഇപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് നല്ലൊരു ശതമാനം കസ്റ്റമർ സ്ഥിരമായിട്ട് വരുന്നവരാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയൊരു 2 വർഷം മുമ്പ് ഇവിടെ വന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ട് വരും. ഗൾഫിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ റൂട്ട് പോകണ്ടെങ്കിൽ കട അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വരും. ഞങ്ങളിപ്പോൾ 2 വർഷമായി കഴിച്ചിട്ടെന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് മെയിൻ കാര്യം എനിക്കിപ്പോൾ 64-ാമത്തെ വയസ്സാണ്. ഞാൻ പല തൊഴിലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു ആത്മസംതൃപ്തി, വരുമാനത്തിലുപരി എൻ്റെ ഉപജീവന മാർഗത്തിലുപരി ആത്മസംതൃപ്തി. അതായത് ആളുകൾ കഴിച്ചവർ ഓരോരുത്തരും കഴിച്ചതിന് ശേഷം ഇങ്ങനെ, അതായത് പക്കയായിരുന്നു, നല്ലതായിരുന്നു, നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയും പിന്നെ വരുമ്പോൾ വേറൊരാളോട് കൂട്ടിക്കൊണ്ടുവരുന്ന അനുഭവമാണ് എനിക്ക് കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ട്. ഓരോരുത്തർ കഴിച്ചു കഴിഞ്ഞ് നല്ലതായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് തരുന്നതിന് ഉപരിയായിട്ട് അതൊരു വലിയൊരു സന്തോഷമാണ്. എനിക്ക് പല തൊഴിലുകൾ ചെയ്തിട്ടും ആ സന്തോഷം കിട്ടിയിട്ടില്ല. ഞാൻ ഈ പ്രായത്തിനിടയ്ക്ക് പല തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. കർണാടകം, കേരളം, തമിഴ്നാടൊക്കെ കറങ്ങി നടന്ന് പല തൊഴിലുകൾ ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള ബിസിനസ്. പക്ഷേ ഇതാണ് എനിക്ക് കുറേ ആളുകൾ വളരെ താല്പര്യത്തോടെ നല്ല നല്ല വലിയ ഹൈ ടീമുകൾ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. നല്ല ടീമാണ് വരുന്നതൊക്കെ. ഒത്തിരി നല്ല ആളുകൾ തന്നെ വന്ന ഒരു കസ്റ്റമർ പോലും നമുക്കൊരു മോശമായിട്ടുള്ളവരില്ല. എല്ലാവരും പക്കയായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അതെനിക്കൊരു വലിയ സംതൃപ്തിയാണ്, ഒരു സന്തോഷമാണ്. ലക്ഷ്മി, അപ്പോൾ നമുക്ക് 2 ജ്യൂസ് കുടിക്കാം അല്ലേ? എന്താ വേണ്ടത്? എനിക്ക് ഒരു പാഷൻ ഫ്രൂട്ട് വേണം. അപ്പോൾ മുന്തിരി വേണോ? 3 ആയിക്കോട്ടെ. അപ്പോൾ ചേട്ടാ 2 മുന്തിരിയും 1 പാഷൻ ഫ്രൂട്ടും. ഈ ഒരു വേനൽ സമയത്ത് ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ്. അത് ഭയങ്കര, ഇപ്പൊ മുന്തിരി ജ്യൂസ് കുടിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒതന്റിക് ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആണ്. പിന്നെ ആ തണുപ്പും കൂടി വരുമ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് അത് ശരിക്കും നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യും അല്ലേ? അപ്പോൾ
ഇതിന്റെ ഓർഗാനിക് ഹണിയാണ്. യൂസിന് വേണ്ടി ചെയ്യും. എനിക്ക് പേഴ്സണലി ഇഷ്ടം പാഷൻ ഫ്രൂട്ടാണ്, കാരണം ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ആൻറ്റി. ആൻറ്റി ഇവിടെ സ്ഥിരം വന്ന് കഴിക്കാറുണ്ടോ? ഇതിലെ പാസ്റ്റിൻ്റെ ഒക്കെ കഴിക്കും. ഇതിലെ പാസ് എവിടെയാണ് വീട്? എവിടെയാണ്? ചേരാമറ്റ. എത്ര ദൂരം ഉണ്ടാവും ഇവിടെ നമുക്ക്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങളും ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹവും പറഞ്ഞായിരുന്നു സ്ഥിരമായിട്ട് വന്ന് കഴിക്കാറുണ്ട്, ഒരുപാട് അകലങ്ങളിൽ നിന്ന് വരെ ആളുകൾ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഒത്തിരി താങ്ക്സ് കേട്ടോ.